ഇനി അടുത്ത എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് വെൽഡ് ഡിസൈൻ ആണ്. അതിന് നമ്മൾ ചെയ്യുന്നത് ആദ്യം സ്റ്റാർട്ട് മെക്കാനിക്കൽ ഡിസൈൻ വെൽഡ് ഡിസൈൻ എടുക്കുന്നു. നമുക്കിങ്ങനെ വെൽഡിൻ്റെ സിമ്പിൾസ് ഒക്കെ ഉള്ള ബാക്കി കുറേ സ്ക്രീനാണ് നമുക്ക് വരുന്നത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വെൽഡ് ഡിസൈൻ ഉണ്ടാക്കാനുള്ള 2 പ്ലേറ്റ് ഉണ്ടാക്കാം. ഏറ്റവും എക്സ്പെരിമെൻ്റ് ആണ്. അതിന് ഞാൻ പ്രൊഡക്റ്റിൽ പോയി റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, കമ്പോണൻസ് എടുക്കുന്നു, ന്യൂ പാർട്ട് എടുക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു പുതിയ പാർട്ട് വരും. നമ്മൾ ഈ പാർട്ടിൻ്റെ ഇവിടെ ഒരു പ്ലസ് വരും. ആ പ്ലസ്സിൽ പോയി ക്ലിക്ക് ചെയ്ത് ഈ പാർട്ടിൻ്റെ അവിടെ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് പാർട്ട് ബോഡി പോയി റൈറ്റ് ക്ലിക്ക് ചെയ്ത് പാർട്ട് 1 ഒബ്ജക്റ്റ് എടുക്കുക, എഡിറ്റ് എടുക്കുക. ഇത്ര നമുക്ക് വേണ്ട. നമുക്ക് പ്ലേറ്റ് വരയ്ക്കണം. ഏതെങ്കിലും ഒരു പ്ലെയിൻ സെലക്ട് ചെയ്യുന്നു, സ്കെച്ച് കൊടുക്കുന്നു. നിങ്ങളുടെ ക്വസ്റ്റിന് തന്നിരിക്കുന്ന ഡയമെൻഷൻ അനുസരിച്ചുള്ള ഒരു പ്ലേറ്റ് ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ അതിന് ശ്രദ്ധിച്ച് അതിൻ്റെ ഡയമെൻഷൻ അനുസരിച്ച് വരയ്ക്കുക. അപ്പോൾ ഞാനൊരു സെൻറ്റർ റെക്റ്റാങ്കിൾ എടുക്കുന്നു, ജസ്റ്റ് ഒരു പ്ലേറ്റ് ഇങ്ങനെ വരയ്ക്കുന്നു. പിന്നെ ഡയമെൻഷൻസ് ഒക്കെ അടയാളപ്പെടുത്തുന്നു. തന്നിരിക്കുന്ന ഏതൊരു ഡയമെൻഷൻ ആണോ അനുസരിച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഒരു പ്ലേറ്റിൻ്റെ ഒരു 2D ഡ്രോയിങ് ആയി. ഇനി ഇത് വർക്ക് ബെഞ്ച് എക്സിറ്റ് ചെയ്യുക. ഇതിനെ എന്ത് ചെയ്യുക, പാഡ് ചെയ്യുക. ഏതെങ്കിലും ഒന്നെങ്കിൽ ഒരു ഡയറക്ഷൻ മാത്രം പാഡ് ചെയ്യുക, അല്ലെങ്കിൽ മിറർ എക്സ്റ്റെൻഡ് കൊടുക്കുക. തന്നിരിക്കുന്ന ക്വസ്റ്റിൻ്റെ ഡയമെൻഷൻ അനുസരിച്ച് അത് കൊടുക്കുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. നമ്മുടെ പ്ലേറ്റ് ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെൽഡ് ജോയിന്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്ത് വേണം, 2 പ്ലേറ്റ് വേണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ പാർട്ടിൽ പോയി റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി ചെയ്യുക, പ്രൊഡക്റ്റിൽ പോയി റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഇവിടെ 2 പ്ലേറ്റ് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഈ സ്ക്രീനല്ല വേണ്ട, നമുക്ക് വെൽഡ് ആ പറയുന്ന ഇന്റർഫേസിലേക്ക് നമുക്ക് തിരിച്ചു പോകണം. അതിന് ഈ പറഞ്ഞ പ്രൊഡക്റ്റിൽ പോയി ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പം വീണ്ടും നമ്മൾ പഴയ ഇന്റർഫേസിലേക്ക് വരും. ഇവിടെ 2 പാർട്ട് വന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊന്ന് മാറ്റി നോക്കണമെങ്കിൽ മാനിപ്പുലേഷൻ എടുക്കുക, ഇതിങ്ങനെ മാറ്റിയാൽ നിങ്ങൾക്ക് 2 പ്ലേറ്റ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഇതിനെ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യണമെങ്കിൽ ഇത്രയും ചെയ്താൽ മതി. കോണ്ടാക്ട് എടുക്കുക, സർഫസ് സെലക്ട്, ഈ സർഫസ് സെലക്ട് ചെയ്യുക, അപ്പോൾ അത് കോണ്ടാക്ട് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെൽഡ് ഉണ്ടാക്കണം. വെൽഡ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ഈ പറയുന്ന സ്ക്വയർ വി ബട്ട് വെൽഡ് എടുക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു പാർട്ടിനെ ഹൈഡ് ചെയ്തിടുക. എന്നിട്ട് ഇതിനെ തിരിച്ച് ഈ സർഫസ് ആദ്യം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതിനെ ഇതിനെ ഹൈഡ് ചെയ്യുക. എന്നിട്ട് അടുത്ത സർഫസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് എല്ലാത്തിനെയും അൺഹൈഡ് ആക്കുക. ടോപ്പ് 2 സർഫസോടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ ഇവിടെ സെലക്ട് ആയി വരാൻ കാണാം. ഈ പറയുന്ന നിങ്ങളുടെ ക്വസ്റ്റ്യനിലുള്ള ഡയമെൻഷൻ അനുസരിച്ചാണ് നമ്മൾ പ്ലേറ്റ് ഒക്കെ വരച്ചിരിക്കുന്നത്. ഇനി ചോദ്യത്തിനകത്ത് ഈ പറയുന്ന പോലെ ഇതിൻ്റെ ഈ പറയുന്ന വെൽഡിൻ്റെ ഡയമെൻഷൻ ഒക്കെ തന്നിട്ടുണ്ടായിരിക്കും. ആംഗിൾ എത്രയാണ്, അതിൻ്റെ ഹൈറ്റ് എത്രയാണ്, അങ്ങനെയൊക്കെ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, ഈ ഹൈറ്റും ആംഗിളൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ആംഗിൾ ഇപ്പം 70 ആണ് തന്നിരിക്കുന്നത്, 70 കൊടുക്കുക. ഹൈറ്റ് ഇപ്പോൾ 2 ആണ് തന്നിരിക്കുന്നത്, 2 കൊടുക്കുക. അതനുസരിച്ച് എല്ലാം കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെൽഡ് ഡിസൈൻ ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ക്വയർ വി ബട്ട് വെൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ വെൽഡ് ജോയിന്റിന്റെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ നമുക്ക് ഇനി ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. ഡ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്റ്റാർട്ട് ഇതിനെ ആദ്യം സേവ് ചെയ്യണം കേട്ടോ. സേവ് ചെയ്തിട്ട് സ്റ്റാർട്ട് മെക്കാനിക്കൽ ഡിസൈൻ ഡ്രാഫ്റ്റിംഗ് എടുക്കുക. ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് വന്നായിട്ട് കാണാൻ പറ്റും. ഇത് നേരത്തെ പോലെ തന്നെ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഇത് പ്രോപ്പർട്ടീസ് എടുക്കുക. അതിൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത് 2:1 ആക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ വലുതായിട്ട് കാണാൻ പറ്റും. പിന്നെ ഒന്ന് മുകളിലോട്ടൊന്ന് ഡ്രാഗ് ചെയ്യുക, അതിനെ സൈഡിലോട്ട് ഡ്രാഗ് ചെയ്യുക, സൈഡിലോട്ടൊന്ന് മാറ്റി വെച്ചാൽ മതി. എന്നിട്ട് ഇതിൻ്റെ ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ നേരത്തെ ഇതുപോലെ തന്നെ ഇതെടുക്കുക. ഇത് വെച്ച് ഇതിൻ്റെ ഡയമെൻഷനും കാര്യങ്ങളൊക്കെ മാറ്റി സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. ഇതിൻ്റെ അതേപോലെ തന്നെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. എന്നിട്ട് നേരത്തെ ഇതുപോലെ തന്നെ ഇതിൻ്റെ ഷീറ്റ് ബാക്ക്ഗ്രൗണ്ട് എടുക്കുക. അതിൻ്റെ ഫ്രെയിം, അതിൻ്റെ ടൈറ്റിൽ ബ്ലോക്ക് അതെടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ സൂമിൻ ചെയ്ത് പേരും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനെ സേവ് ചെയ്യും. ഇത്രയാണ് നമ്മുടെ വെൽഡ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ.